വാർത്തകൾക്കൊപ്പം നമുക്കൊരു ജീവിതഗന്ധിയായ കഥ കേട്ടാലോ? കുതിരവട്ടം പപ്പു എന്ന മഹാനടനെ നമ്മൾ എല്ലാവരും ഏറെ ആസ്വദിച്ചതാണ്, ആഘോഷിച്ചതാണ്. നിരവധി വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത നടനാണ് കുതിരവട്ടം പപ്പു. കുതിരവട്ടം പപ്പു നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മകനാണ് നടനും സംവിധായകനുമായ ബിനു പപ്പു. മോഹൻലാൽ നായകനായി തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമയിലെ SI ബെന്നി എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിക്കൊണ്ട് ഇന്ന് ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു ബിനു പപ്പു. അദ്ദേഹം നടൻ എന്നതുപോലെ തന്നെ സഹസംവിധായകനായും പ്രവർത്തിക്കുന്നുണ്ട്. 2014 പുറത്തിറങ്ങിയ ഹെലൻ എന്ന സിനിമയിലൂടെയാണ് ബിനു പപ്പു മലയാള സിനിമ ലോകത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ഹെലൻ 1, ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, ഭീമന്റെ വഴി തുടങ്ങിയ സിനിമകളിലെ മികച്ച പ്രകടനത്തിലൂടെ ഒരു നടൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയനായി മാറുകയായിരുന്നു ബിനു പപ്പു. നടന്മാരുടെ മക്കൾ സിനിമാ ലോകം കീഴടക്കിയ ചരിത്രം പുതിയതല്ല. എന്നാൽ അവരൊന്നും വന്ന വഴിയിലല്ല ബിനു പപ്പു സിനിമാ ലോകത്തേക്ക് എത്തിയതും വളർന്നതും. ബിനു പപ്പു കുതിരവട്ടം പപ്പുവിന്റെ മകനാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പരിഗണന കിട്ടിയിരുന്നു എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തെ ഒരു നടന്റെ മകൻ എന്ന നിലയിൽ റെക്കമെൻഡ് ചെയ്യാനോ അവസരം കൊടുക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. നിരവധി സിനിമകളിൽ പപ്പുവേട്ടനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള മണിയൻപിള്ള രാജു ചേട്ടനെ ബിനു പപ്പു ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്ന് ഞാൻ കുതിരവട്ടം പപ്പുവിന്റെ മകനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു അത്രേ. ബിനു പപ്പു ചാൻസ് ചോദിച്ചു നടന്ന് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്ന് അഭിനയവും അസിസ്റ്റന്റ് ഡയറക്ടറുടെ ജോലിയും പാരലായി കൊണ്ടു നടന്നു. സിനിമയിൽ അവസരങ്ങൾ നേടുകയായിരുന്നു. തരുൺ മൂർത്തിയാണ് അദ്ദേഹത്തിന് നല്ല വേഷങ്ങൾ നൽകിയതെന്ന് വേണമെങ്കിൽ പറയാം. തരുൺ മൂർത്തി ബിനു പപ്പുവിനെ പരിചയപ്പെട്ടത് മുതൽ ബിനു പപ്പുവിന് സമയം മാറുകയായിരുന്നു. തരുൺ മൂർത്തിയുടെ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക, തുടരും എന്നിങ്ങനെ അദ്ദേഹം സംവിധാനം ചെയ്ത 3 സിനിമകളിലും അസിസ്റ്റന്റ് ഡയറക്ടറും നടനുമായിരുന്നു ബിനു പപ്പു. മുകളിൽ പറഞ്ഞ 3 സിനിമകളിലും ബിനു പപ്പുവിന് നല്ല വേഷങ്ങൾ നൽകി തരുൺ മൂർത്തി. എന്തായാലും അച്ഛന്റെ പേര് നിലനിർത്താൻ ബിനു പപ്പുവിന് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഇന്റർവ്യൂവിൽ ബിനു പപ്പുവിനോട് അച്ഛൻ ചെയ്ത വേഷങ്ങളിൽ ബിനു പപ്പുവിന് കിട്ടിയാൽ അഭിനയിക്കാമെന്ന് ആഗ്രഹം തോന്നിയ വേഷങ്ങൾ ഏതാണെന്ന് ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് ബിനു പപ്പു പ്രതികരിച്ചത് ഇങ്ങനെയാണ്: വിഷമം പിടിച്ചൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അച്ഛൻ അഭിനയിച്ച റോളുകളിൽ ഇഷ്ടപ്പെട്ട റോളുകൾ ഏതൊക്കെയാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം ആദ്യമാണ്. ബിനു പപ്പു ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. അച്ഛൻ ചെയ്ത പോലുള്ള കഥാപാത്രങ്ങൾ അച്ഛന് മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളാണ്. അച്ഛൻ മാത്രമല്ല, ജഗതി ശ്രീകുമാർ ചേട്ടനും മാളച്ചേട്ടനും ഒക്കെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കഥാപാത്രങ്ങളാണ്. അതെല്ലാം അവർക്ക് സാധിക്കുന്ന പോലെയാണ് അവർ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കണം. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് അവർ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ചോദ്യം ഇഷ്ടപ്പെട്ടതുകൊണ്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടും പറയാം. അച്ഛൻ ചെയ്ത 2 കഥാപാത്രങ്ങൾ തനിക്ക് കിട്ടിയാൽ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ബിനു പപ്പു പറഞ്ഞു. ഒന്ന് അങ്ങാടി സിനിമയിലെ അബു എന്ന കഥാപാത്രവും 2 അവളുടെ രാവുകൾ എന്ന സിനിമയിലെ റിക്ഷക്കാരനും തന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും തനിക്ക് അവതരിപ്പിക്കാൻ താല്പര്യമുള്ള കഥാപാത്രങ്ങളാണെന്നും ബിനു പപ്പു പറഞ്ഞു. സിനിമയിൽ കൃത്യമായ ലക്ഷ്യബോധമുള്ള ബിനു പപ്പുവിനെ പോലെയുള്ള കലാകാരന്മാർ നമ്മുടെ മലയാള സിനിമയിൽ വളർന്നു വരട്ടെ.